കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പോലീസ് പിടിക്കും, അത് ഉറപ്പാണ്. അത് അറിഞ്ഞുകൊണ്ടും പിന്നെ എന്തിനാണ് അപ്പോൾ ആൾക്കാർ കൊലപാതകങ്ങളും പല പല കുറ്റകൃത്യങ്ങളും അപ്പോൾ ചെയ്യുന്നുണ്ടാവുക? കാരണം എന്താണെങ്കിലും പിടിക്കുമല്ലോ. അല്ല, അവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരുടെ, നമ്മളുടെ ലോകത്ത് മനുഷ്യർക്ക് ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അഹങ്കാരമാണ്. അപ്പം ഞാൻ എത്ര കഴിഞ്ഞാലും ഇന്നലെ വരെ നടന്ന കുറ്റകൃത്യത്തിലെ കുറ്റവാളി എൻ്റെ അത്ര ബുദ്ധിമാനല്ലാത്തതുകൊണ്ടാണ് പിടിക്കപ്പെട്ടതെന്നാണ് ഈ പുതിയൊരു കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ധാരണ. പക്ഷെ അതിനകത്ത് 99% പിടിക്കപ്പെടും. നമ്മൾ യഥാർത്ഥത്തിൽ ആ സമയം ഈ കുറ്റകൃത്യം നടക്കുന്ന ഉടനെ നമുക്ക് തെളിവുകൾ ശേഖരിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് കേസുകൾ തെളിയാതെ പോകുന്നത്. ഏതെങ്കിലും കേസുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും വെച്ചാൽ പലപ്പോഴും അത് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്വാഭാവിക മരണം എന്നുള്ള നിലയ്ക്കായിരിക്കും. ഒരു കൊലപാതകമാണെന്നുള്ള സംശയം പോലും നാട്ടുകാർക്കോ പോലീസിനോ ഉണ്ടാവില്ല. പിന്നീടാണ് നമുക്ക് ചിലപ്പോൾ ഈ എന്താ പറയുക പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് എടുക്കുന്ന എന്തെങ്കിലും ശരീരഭാഗങ്ങളൊക്കെ പരിശോധനയ്ക്ക് അയച്ച് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഉള്ളിൽ വിഷാംശമുണ്ടെന്നോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക സ്പെർമറ്റാസോവ, അതായത് റേപ്പ് നടന്നിട്ടുണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പിന്നീടായിരിക്കും നമുക്ക് അറിയാൻ പറ്റുക. അപ്പോഴത്തേക്കും ഈ എവിഡൻസ് കളക്ഷനുള്ള ടൈം ഒരുപാട് നഷ്ടപ്പെട്ടു പോയി കാണും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലല്ലാതെ കേസ് തെളിയാതെ വരുന്ന പ്രശ്നമില്ല. കാരണം നമ്മൾ നമുക്ക് കുറേ ഡിക്റ്റംസ് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത്, അക്കാഡമിയിലായാലും അത് കഴിഞ്ഞ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് വരുമ്പോഴും. സീൻ ഓഫ് ക്രൈം ഇസ് എ മൈൻ ഓഫ് ഇൻഫർമേഷൻ എന്നാണ് ആദ്യം പറയുന്നത്. കുറ്റകൃത്യം നടക്കുന്ന സ്ഥലം അത് ഈ കുറ്റകൃത്യത്തെ സംബന്ധിച്ചും കുറ്റവാളിയെ സംബന്ധിച്ചുമുള്ള ഒരു വിവരങ്ങളുടെ ഒരു ഖനിയാണ്. ആ ഖനിയിൽ പോയിട്ട് അത് വാരിയെടുക്കാനുള്ള നമ്മുടെ കഴിവുകളോ ആണ് ആ കേസിനെ വിജയിപ്പിക്കുന്നത്, കേസ് അന്വേഷണത്തിന് വിജയിപ്പിക്കുന്നത്. ഇത് മനസ്സിലായിട്ട് ഇതിൻ്റെ പൂർണ്ണമായി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് അവിടെ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മൾ ശരാശരി മാനദണ്ഡങ്ങൾ പാലിച്ചാൽ തന്നെ കേസ് തെളിഞ്ഞിരിക്കും. കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ലൊക്കാർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നത് ഈ സോഫയിൽ തൊട്ടാൽ ഈ സോഫയുടെ ചില അംശങ്ങൾ എൻ്റെ കയ്യിലും കാണും, എൻ്റെ കൈയുടെ ചില അംശങ്ങൾ സോഫയിലും കാണും. അത് ശ്രദ്ധിച്ച് നോക്കി കണ്ടുപിടിക്കാനുള്ള ആർജവവും കഴിവും ഇത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള സാമാന്യ വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടാവണം. ഇപ്പം ഇങ്ങനെയുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ തന്നെ കേസ് തെളിയും. സിനിമകളാണ് പലപ്പോഴും ആൾക്കാരെ ഒരു പരിധി വരെ മോശമായി നയിക്കുന്നത്. ഇപ്പം ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ച് പറയുന്ന പോലെ ആൾക്കാർ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു പോലീസിനോട് ഞങ്ങൾക്ക് ഉള്ള ബഹുമാനം കൂടി എന്ന് പറഞ്ഞു. പോലീസുകാർ ഇത്രയൊക്കെ പണിയെടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഞാൻ, ഒരു സ്ത്രീയുടെ മോഷണത്തിന് കയറുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീയുടെ, അതായത് ഒരു സിനിമയുടെ പേരെന്തായിരുന്നു, മീശമാധവൻ. അത് കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് കള്ളന്മാർ തന്നെ പിന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് തുലവും കുറവാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും. അപ്പം അങ്ങനെ ഒരു ശരിയായിട്ടുള്ളതല്ലാത്ത മാതൃകകളാവാനും സിനിമകൾക്ക് സാധിക്കും. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായൊരു മാധ്യമമാണ്. ഞങ്ങളിനി എത്ര പറഞ്ഞാലും പോലീസിന് മോശമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ കാണുമ്പോൾ, മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ഞാൻ എപ്പോഴും പറയാറുള്ള സാധനമാണ്, ഒന്നി അതിഭാവുകത്വമുള്ള ഒരു നായകൻ. സുരേഷ് ഗോപി ഒറ്റയ്ക്ക് പോയി എല്ലാവരും അടിച്ചിടുന്നു, അല്ലെങ്കിൽ കൊച്ചിൻ ഹനീഫ ഇങ്ങേറ്റത്, അല്ലെങ്കിൽ ജഗതി, ഇങ്ങനെയുള്ള ഹാസ്യ കഥാപാത്രങ്ങളെ പോലീസുകാരാക്കുക. എന്നിട്ട് പോലീസുകാരെ എന്താ പറയുക, പോലീസുകാരൻ ഇപ്പം അടികൊള്ളുന്ന പോലീസുകാരൻ. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയിട്ട് ഞാനും എൻ്റെ ഭാര്യ, എന്നെ വളരെയധികം സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയും ഞാനിവിടെയാണ് സിനിമ കാണാൻ പോയത്. എന്നിട്ട് അവിടെ അതിനകത്ത് SP തല്ലുന്നൊരു സീനുണ്ട്. നായകൻ മോഹൻലാലിന് പിന്നെ എന്തു ആവാം എന്നുള്ള നിലയ്ക്ക് മോഹൻലാലായ നായകൻ SP തല്ലി തകർക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ കൈയടിക്കുകയാണ്. അപ്പോൾ എന്താ മനസ്സിൽ ഈ ജനങ്ങൾ കൈയടിക്കുന്നതിൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് നേരിടാൻ ധൈര്യമില്ലാത്ത, ഞങ്ങൾക്ക് വിഷമുള്ളൊരു സാധനം, പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ? പോലീസുകാരന് അടി കിട്ടുന്നതാണ് ഞങ്ങൾക്ക് ആഗ്രഹമാണ്. ഈ ആഗ്രഹം അനാശാസ്യമാണെന്നുള്ള ഈ കൈയടിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. പോലീസുകാരന് അടി കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടി കിട്ടും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു SP അടിക്കുന്നത് കണ്ടിട്ട് കൈയടിക്കുന്ന ജനങ്ങൾ, ആ കൈയടിക്കുന്ന ജനങ്ങളുടെ കൂടെ ഇരിക്കുന്ന എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ പറയുന്നു,
മതി നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് ഇല്ല നിങ്ങൾ ഇരിക്കുക നമുക്ക് മുഴുവൻ കണ്ടിട്ട് പോയാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ചോണം. അപ്പോൾ ഇതാണ് ശരാശരി. മനസ്സിലായില്ലേ? ഞാൻ മതി കാണണ്ടെന്ന് ഇരിക്കാൻ പിടിച്ചിരുത്തി എന്നെ മുഴുവൻ കാണിച്ചിട്ട് വിട്ടുള്ളൂ. ഞാനത് കാണാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ ഒന്നും ഞങ്ങളെ ആരെയും തല്ലുന്ന അത്ര എളുപ്പമൊന്നുമല്ല. അതാണ് എന്റെ അടുത്ത ചോദ്യം. ശരിക്കും നമുക്ക് റിയൽ ലൈഫിൽ പോലീസുകാർ തല്ലാം അത് നിയമത്തിന് വിരുദ്ധമാണോ? എന്താണ് അല്ലേ? 100% നിയമത്തിന് വിരുദ്ധമാണ്. സംശയം ഉണ്ടോ വർഷയ്ക്ക് അതിനെ കുറിച്ച്? അല്ല അങ്ങനെ അത് നമുക്ക് ശിക്ഷയ്ക്ക് എന്തായിരിക്കും കിട്ടുക? നിങ്ങളെ ഒന്ന് ഞങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി, ഒന്ന്. രണ്ട്, ഞങ്ങളെ തല്ലി കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയ പരിക്കാണെങ്കിൽ 332 എന്നുള്ള വകുപ്പ്, വലിയ പരിക്കാന്ന് വെച്ചോ. പറഞ്ഞ മനസ്സിലായില്ലേ? പോലീസുകാരെ ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല. കാരണം പോലീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത് അല്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ല. ഇപ്പൊ പറയുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ ഭാഷ മോശമാണെങ്കിൽ ആ ഭാഷ നന്നാക്കാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. പോലീസുകാരുടെ ഭാഷ മോശമാണ്, അവർ സംസാരിക്കുന്ന രീതി ശരിയല്ല, അവരുടെ പെരുമാറ്റം ശരിയല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെ ഭാഷ ശരിയല്ലെങ്കിൽ നിങ്ങൾ അച്ഛനെ തല്ലുവോ? ആ സ്ഥാനം ഞങ്ങൾക്ക് തരണം. ആ സ്ഥാനം ഞങ്ങൾക്ക് നിങ്ങൾ തരണം. കാരണം ഞങ്ങൾ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അത് പറയുന്നത്. അച്ഛനെന്തിനാ നമ്മളൊരു കാര്യം, അച്ഛനെന്തിനാ നമ്മൾ തല്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ അച്ഛനാണ്, നമ്മുടെ നല്ലതിനാണ് എന്ന് നമുക്ക് ആ സമയത്ത് അറിയില്ലെങ്കിലും ഒരു സംഭവം ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങളെയും പ്രശ്നം. നിങ്ങൾക്ക് ആ സമയത്ത് അറിഞ്ഞൂടെ ഞങ്ങൾ എന്തിനാ ഈ പറയുന്നതെന്നുള്ളത്. നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചാൽ പറയുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞങ്ങളുടെ കാർക്കശ്യത്തിന്റെ സ്വഭാവത്തിൽ പറയേണ്ട ആവശ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആൾക്കാർക്ക് ഒരു പോലീസുകാരനേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ 1000 ആൾക്കാർ ഞങ്ങളുടെ ചൂണ്ടുവിരലിൽ നിൽക്കണമെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഇത്തിരി കാർക്കശ്യമൊക്കെ കാണിക്കേണ്ടി വരും. അത് സ്നേഹം പൊതിഞ്ഞ കാർക്കശ്യമാണ്. കാർക്കശ്യത്തിന്റെ ഉള്ളിൽ മുഴുവൻ സ്നേഹമാണ്. അത് കണ്ടാൽ തിരിച്ചറിയാനുള്ള കണ്ണ് നിങ്ങൾക്കില്ലാതെ പോയതിന് നിങ്ങൾ ഞങ്ങളൊക്കെ തല്ലിയാൽ പറ്റുമോ? ഒരിക്കലും തല്ലരുത്. ചോദിച്ചത് എനിക്ക് വളരെ ഇഷ്ടമായി. അത് നിയമവിരുദ്ധമാണെന്ന് ഒരു സംശയവും വേണ്ട. നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല, അത് അൺഎത്തിക്കലാണ്, തെമ്മാടിത്തരമാണ്, ഒരു സമൂഹത്തിന്റെ നാശത്തിനുള്ള വഴിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പോലീസിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ പോലീസിന്റെ സാന്നിധ്യം, പോലീസ് ഇല്ലാത്തൊരു ലോകം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, പോലീസ് ഇസ് പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് മൻമോഹൻ സിംഗ് സാറാണ്. അദ്ദേഹം 2006 സെപ്റ്റംബർ 1-നാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞങ്ങളൊക്കെ ഇരിക്കുന്നൊരു സദസ്സിൽ വെച്ചിട്ട് ഔദ്യോഗികമായിട്ട് ആ 10,000-20,000 ഉദ്യോഗസ്ഥർ ഇന്ത്യ ഒട്ടാകെ ഉള്ളവരെ വിളിച്ചു വരുത്തിയിട്ട് ഡൽഹിയിൽ വിജ്ഞാന ഭവനിൽ വെച്ച് പ്രഖ്യാപിക്കേണ്ടത് പോലീസ് ഇസ് പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. ഈ വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല പെട്ടെന്ന് കേട്ടാൽ. വർഷയ്ക്ക് മനസ്സിലായി എന്താണ്? ഇല്ല. പോലീസ് ഇസ് പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പ് വരെ ഡെവലപ്മെന്റിനൊക്കെ മറ്റ് വകുപ്പുകൾ ചെയ്തോളൂ എന്നും പോലീസ് പിന്നെ ക്രമസമാധാനം മാത്രം നോക്കിയാൽ മതിയെന്നുമായിരുന്നു പൊതുവിവക്ഷ. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുക, ഇപ്പം നമ്മളിപ്പോൾ ചെന്നിട്ട് ചോദിക്കുകയാണ്, അപ്പം പോലീസുകാർ ഒരിക്കലും ഇത് ചോദിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ ഈ പിന്നെ ഇപ്പോൾ വർഷയ്ക്ക് ഇപ്പോൾ ഒരു ലോൺ കിട്ടണം, അല്ലെങ്കിൽ ഗ്രാൻഡ് കിട്ടണം, കളക്ടറുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണം, ഒരിക്കലും വർഷം പോലീസ് സ്റ്റേഷനിൽ പോയി പറയില്ല എനിക്ക് ആനുകൂല്യം കിട്ടിയില്ല എന്ന്. കളക്ടറേറ്റ് പോയേ പറയുള്ളൂ, റവന്യൂ അധികാരികളുടെ അടുത്തേക്ക് വർഷം പോയിട്ട് പറയുള്ളൂ. അതിന്റെ കാരണം എന്താ വെച്ചാൽ പോലീസിൽ പോയി പറഞ്ഞൊരു കാര്യമില്ല അല്ലേ? പക്ഷേ ഇങ്ങനെ കരുതിയിരുന്ന കാലം 80കളിലും മാഞ്ഞു തുടങ്ങി. എന്താ കാര്യം എന്ന് വെച്ചാൽ 80കളിൽ പഞ്ചാബിലെ ഭീകരത കൊടുകുത്തി വാഴുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായി, പോലീസിങ് ഫെയിൽഡ്. ഇഫ് പോലീസിങ് ഫെയിൽസ്, അതുകൊണ്ടാണ് തീവ്രവാദം ഉച്ചസ്ഥായിയായിട്ട് വന്നത്. ബാക്കി എല്ലാം നിലച്ചു. പിന്നെ കോടതികളില്ല, ഹജൂർ കച്ചേരികളില്ല, കളക്ടറേറ്റുകളില്ല, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതായി. അപ്പോൾ അവർക്ക് മനസ്സിലായി ക്രമസമാധാനം നിലനിർത്തുന്നത് വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ക്രമസമാധാനവും വികസനവും 2 തട്ടിൽ പോകാൻ പാടില്ല, ഒന്നിച്ചു പോകണം എന്നുള്ളതിൻ്റെ ആദ്യ പ്രഖ്യാപനം ഇന്ത്യയിൽ വന്നത് ഈ പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ കാര്യം വന്നതെന്ന് വെച്ചാൽ, പോലീസിങ്ങിൻ്റെ ബേസിസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണെന്നാണ് വെപ്പ്. വർഷ കേരളത്തിലുള്ളൊരു സ്ത്രീയാണല്ലോ. ഞാൻ ഈ ഒരു 1000 വേദികളിലെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് സ്ത്രീകളോട്, ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഞാൻ ഇംഗ്ലീഷിൽ തന്നെ വാക്ക് പറയുന്നത്, ആംഗലപദം ഉപയോഗിക്കാനുള്ള കാരണമുണ്ട്. കാരണം നമുക്കിൻ്റെ ഒരു ആക്ട് പോകുന്നുണ്ട്, ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് എന്ന് പറഞ്ഞാൽ 2012 നിയമം വന്നിട്ടുണ്ട്. സെക്ഷൽ ഹറാസ്മെൻറ്റ് അതിനകത്ത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാക്ക്, നോക്ക്, പ്രവൃത്തി, ഇതിലേതെങ്കിലും കൊണ്ട് ഒരു പുരുഷനാൽ മാനസികമായോ ശാരീരികമായോ ലംഘിക്കപ്പെടുന്ന പ്രവർത്തിക്കുകയാണ് നമ്മൾ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്നത്.
സെക്ഷൽ ഹറാസ്മെന്റ് നേരിടാത്ത ഒരു സ്ത്രീ പോലും ഇപ്പോൾ കേരളത്തിലില്ലെന്ന് ഞാൻ പറയുന്നു. വർഷ നിഷേധിക്കുമോ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. ശരി. വർഷം എന്നിട്ട് എന്തുകൊണ്ടാണ് പരാതി പറയുന്നത്? അതായത് ബസ്സിൽ നിന്നുള്ള അനുഭവങ്ങൾ എവിടുന്നും ആയിക്കൊള്ളട്ടെ. ഡോണ്ട് യു നോ ദാറ്റ് യു ഹാവ് ടു കംപ്ലൈൻ? നോ. വൈ? അന്ന് ഒന്നും അറിയാത്ത പ്രായമായിരുന്നു. ഇപ്പം അറിയോ? ഇപ്പം അറിയാം. ഇപ്പം പരാതി പറയോ? ഇപ്പം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ പറയും. അത്ര കണ്ടങ്ങോട്ട് വിശ്വാസം പോരാ. എന്നാൽ പോലും ഇനി ഇരിക്കട്ടെ, പണ്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് ഈ പറഞ്ഞ പോലെ അറിയില്ല. അറിയില്ല. അപ്പൊ അങ്ങനെ അറിഞ്ഞുകൂടാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ നമ്മളെ കേരളത്തിലും നാട്ടിലും ഇന്ത്യയിലും ഒക്കെ എപ്പോഴും ഇല്ലേ? അവരുടെ നേരെ ഒരു ക്രൈം നടന്നാൽ പോലീസ് എന്ത് വേണം? ഇടപെടണോ വേണ്ടിയോ? ഇടപെടണം. ഞങ്ങൾ എങ്ങനെ അറിയും? പറഞ്ഞാലേ അറിയുള്ളൂ. പറയിപ്പിക്കാൻ അപ്പൊ ഞങ്ങൾ എന്ത് വേണം? എന്താ വേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഇടനേടണം. പറഞ്ഞു മനസ്സിലായോ? വർഷയ്ക്ക് തോന്നണം, വർഷ വന്ന് എന്നോടൊരു പരാതി പറഞ്ഞാൽ വർഷ ഉദ്ദേശിക്കുന്ന അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ ഞാൻ ആ പരാതി കണക്കാക്കുമെന്നും എന്നോട് പറയുന്നുണ്ട് വർഷയ്ക്ക് മറ്റു തരത്തിലുള്ള ചുതിയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കിട്ടണം നിങ്ങൾക്ക്. അത് കുട്ടികൾക്ക് കിട്ടണം, സ്ത്രീകൾക്ക് കിട്ടണം, അവശ്യ വിഭാഗങ്ങൾക്ക് കിട്ടണം, ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് കിട്ടണം, മെന്റലി ചലഞ്ച്ഡ് ആയവർക്ക് കിട്ടണം. വേണ്ടേ? അപ്പോൾ നമ്മൾ പഴയ ഡിക്റ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പോലീസിങ് പ്രോസസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട്സ് ദ കംപ്ലയിൻറ്റ് ടു ദ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മിത്താണെന്ന് വരും. അപ്പം അത് പോരാ, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം, ചെന്ന് ചോദിക്കണം. അത്താഴപ്പട്ടിക്ക് ആളുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പരാതികളെല്ലാം ഉണ്ടോ നമ്മൾ ചോദിച്ച് നടക്കണം. അറിഞ്ഞുകൂടാത്തവരടുത്ത് വർഷമെടുത്ത് അന്ന് വന്നിട്ട് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് വർഷമെടുത്ത് പറഞ്ഞിരുന്നു, മോക്ക് എന്താ പറ്റിയത്, മാമനോട് പറ എന്ന് പറഞ്ഞാൽ മാമനോട് പറയില്ലായിരുന്നോ? പറയുന്നു. ഞാൻ സിറ്റുവേഷൻ പറയട്ടെ സാർ. അതായത് ഇപ്പം നമ്മൾ ഒരു തിരക്കുള്ള ബസ് നിർത്തി, എന്നിട്ട് നമ്മൾ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കൂട്ടാണ്, ഡോറിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു ഷേപ്പിൽ കൂട്ടാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരാൾ പിടിക്കുക അല്ലെങ്കിൽ സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, ആരാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കുക? അതുപോലെ തന്നെ അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനൊരു കേസാക്കുക? എങ്ങനെയായിരിക്കും അത്? ആരാന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ ആരാന്ന് മനസ്സിലാക്കാൻ 100 വഴി ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ഇങ്ങനെ സെക്ഷുവലി മോട്ടിവേറ്റഡ് അല്ലാതെ ആൾക്കാർ തൊട്ട് കാണില്ലേ? പുരുഷന്മാര് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആൾക്കാർ തൊടുന്നില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ വന്നിരിക്കുന്ന കൂട്ടുകാർ കൂടെ നിൽക്കുന്നവരാരെങ്കിലും ഒന്ന് മേത്ത് തട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും തോന്നാൻ പോകുന്നില്ല. പക്ഷേ ഒരു ദുരുദ്ദേശത്തോടുകൂടി വരുന്ന അടുത്തൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അതെങ്ങനെ മനസ്സിലാവും? നമുക്ക് ആ ഒരു എനർജിയാണ്, ആ ഒരു ഗട്ട് ഫീൽ. ഒബ്വിയസ്ലി മനസ്സിലായില്ല. ഇതിപ്പോൾ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ഇതെല്ലാവർക്കും മനസ്സിലാവും. ആ മനസ്സിലാവുന്ന സമയത്തൊക്കെ നിങ്ങൾ അയാളെ താക്കീത് ചെയ്യുകയും തടസ്സപ്പെടുത്തുകയും അയാൾക്കെതിരെ പരാതി പറയാനും സ്ത്രീകൾ തയ്യാറാവുന്നില്ല പലപ്പോഴും. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഇത് നടപ്പാക്കി തരേണ്ട ഉദ്യോഗസ്ഥരുടെ പുറത്ത് ഇതുള്ള വിശ്വാസക്കുറവാണ്. ഇത് പുറത്ത് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരിയാവുമോ, ഞാൻ മോശക്കാരിയാവുമോ, ഞാൻ അടക്കവും ഒതുക്കവും ഇല്ലാത്തവളാവുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ഭയപ്പാടുകൾ നമ്മുടെ സ്ത്രീകളുടെ മനസ്സിന് ഗ്രസിക്കുന്നതുകൊണ്ടാണ് അവർക്കിത് തുറന്നു പറയാൻ പറ്റാത്തത്. പക്ഷെ അതേസമയം ഞാനിപ്പോൾ പോയൊരു പോലീസ് സ്റ്റേഷനിൽ പോയൊരു കാര്യം പറഞ്ഞാൽ ഞാനതിനെ എങ്ങനെ കാണുന്നോ അതേ രീതിയിൽ കാണാനുള്ള ആർജവം ആ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവുന്നുള്ള ഉറപ്പ് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയും. അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ പോലീസുകാർ കുറച്ച്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടിൻ്റെയും ആട്ടത്തിൻ്റെയും ജനമൈത്രിയുടെയും ഒക്കെ പ്രസക്തി വരുന്ന അവിടെയാണ്.